ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സബൂഫറാണ്. ഒരു 12 ഇഞ്ച് സബൂഫർ ഡുവൽ വോയിസ് കോയിലായിരുന്നു. അപ്പോൾ നിലവിൽ ഇത് കത്തി നശിച്ചു പോയതാണ് കോയിൽ നിലവിൽ. ഇപ്പം നിലവിൽ സിംഗിൾ വോയിസ് കോയിലിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം കോയിലെല്ലാം വാങ്ങിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൈഡർ പുതിയ വാങ്ങിച്ചു, കോയിൽ പുതിയ വാങ്ങിച്ചു. ഡസ്റ്റ് ക്യാപ്പ് മേടിച്ച സൈസ് ഇച്ചിരി മാറിപ്പോയി. അപ്പം അത് നാളെ വേറെ മേടിക്കണം. ഇതാണ് ഇതിൽ പഴയ പേപ്പർ കിടന്നത്. ഇപ്പോൾ കോയിലെ കാര്യങ്ങളെല്ലാം സ്പൈഡറെല്ലാം വെച്ച് ഒന്ന് ഒട്ടിച്ചൊന്ന് സെറ്റാക്കണം. സ്പൈഡറിന് ചുറ്റും പശയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഇവിടെ പശ തേക്കണം. അതിന് മണ്ടലേക്ക് ഇവിടെ ഡയഫ്രം വെച്ച് ഒട്ടിക്കണം. ഡയഫ്രം വെച്ച് ഒട്ടിച്ചതിന് ശേഷം സ്പീക്കർ ലീഡ് സോൾഡർ ചെയ്തിട്ട് അത് പശയെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് ഡസ്റ്റ് ക്യാപ്പ് കൊണ്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ എന്നാലും നമുക്ക് സ്പൈഡറിൻ്റെ ഗമ്മൊന്ന് ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കോണും കൂടെ വെച്ചിട്ട് കോണിൻ്റെ ഇടയ്ക്കും മണ്ടഭാഗത്തും കൂടെ പശ തേക്കണം. അപ്പം ഇതൊന്ന് ഉണങ്ങിയിട്ട് ബാക്കി നോക്കാം. സ്പൈഡറിൻ്റെ ഗമ്മ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാം ഉണങ്ങിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡയഫ്രം വെച്ച് ഒട്ടിക്കണം. അതിന് സൈഡ് പശ തേച്ചിട്ട് ഡയഫ്രം വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഈയുടെ വശം പേപ്പറിൻ്റെ മേലെ വശം ഫെബിറ്റൈറ്റോ അല്ലെങ്കിൽ അഡർലൈറ്റോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഫ്രെയിമിൽ പശ തൂക്കാം. ഡയഫ്രത്തിൻ്റെ ഗമ്മ കാര്യങ്ങളെല്ലാം ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയ ശേഷം കോയിലിൻ്റെ മേൽഭാഗവും അതുപോലെ തന്നെ സ്പൈഡറിൻ്റെ ഇടവശം ഓരോ നോക്കി വെക്കണം. അപ്പോൾ അതിൽ ബാക്കി ഇതിൻ്റെ ഗമ്മും കാര്യങ്ങളെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. നമ്മുടെ സബിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഡസ്റ്റ് ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഒട്ടി പേപ്പറിലെല്ലാം ഒട്ടിച്ചെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. നമുക്ക് സൗണ്ട് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സ്പീക്കർ വരെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ സബ് തന്നെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.